ചിരിയും കളിയും അടിപൊളി പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ സ്റ്റേജ് തകർക്കാനായിട്ട് കുട്ടി പാട്ടുകാരൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ടീം അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുപേരെ വെൽക്കം ചെയ്യാനുണ്ട് അല്ലേ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. MJ അങ്കിൾ, ആ രണ്ടുപേരുടെ ഉടുപ്പ് കണ്ടോ? എന്തൊരു ഒത്തൊരുമയത്. പ്ലാൻഡ് ആയിരുന്നോ? അല്ല, യാദൃശ്ചികമായി സംഭവിച്ചു പോയത്. എങ്ങനെ ഇങ്ങനെ തന്നെ സംഭവിച്ചു? ആ ഡിസൈൻ ഒക്കെ നോക്കൂ. ഞാൻ വളരെ ചിന്താവിഷ്ടനാണ്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളല്ലേ? എന്താ പ്രശ്നം? US ഇറാൻ അങ്ങനെ പല കാര്യങ്ങളും തലകൂടെ ഓടിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നേ. അതിപ്പോ നമ്മള് നല്ല പാട്ടൊക്കെ കേൾക്കാൻ മുഴുവൻ യുദ്ധമാണ്. ആ യുദ്ധമുള്ള തല ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് നമുക്കൊരു ലിറ്റിൽ ഏഞ്ചലിനെ വിളിക്കാം. അപ്പൊ MJ ഞങ്ങൾ കുറച്ച് ആശ്വാസം കിട്ടും, ഒരു സമാധാനം കിട്ടും അല്ലേ? റിലാക്സേഷൻ. അതെ അതെ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ മെയിൻ ലിറ്റിൽ ഏഞ്ചൽ വാസുകി കുട്ടി ഓൺ സ്റ്റേജ്. വാസുകി കുട്ടി, എന്തായിരുന്നു ആ ഒരു ഓട്ടത്തിന്റെ ഉദ്ദേശം? അതാരാ പറഞ്ഞു ഇങ്ങനെ ഓടി വരാൻ? ആര് പറഞ്ഞു തന്നു? സ്വന്തം ആണ്, അതൊക്കെ സ്വന്തം ചെയ്തതാ. വാസുകി വാസുകി ചുന്ദരി വാസുകി. ആരെ പറ്റിയുള്ള പാട്ടാ? അയ്യോടാ, വാസുകി വാസുകി കുറുമ്പി വാസുകി. ആ ഉടുപ്പിനെ പറ്റിയൊന്ന് ചോദിക്കും, അതുകൊണ്ടാണ് അത് പൊക്കി നല്ല സൂപ്പർ ഉടുപ്പല്ലേ? ഈ ഉടുപ്പിന് വെയിറ്റ് ആയിട്ടാണ് ഞാൻ പതുക്കെ അയ്യോടാ, അതിന് അതാണ് അതെ. നല്ല തിളങ്ങുന്നുണ്ടല്ലോ വാസുകി. രസമുണ്ട് പക്ഷെ കാണാൻ, വെയിറ്റ് ആണെങ്കിലും കേട്ടോ. ഹൈറ്റും തോന്നിക്കുന്നുണ്ട്. ഇന്നത്തെ ഹെയർ സ്റ്റൈലും കൊള്ളാം, നല്ല രസമുണ്ടല്ലോ. കൊറേ മുത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുടിയിൽ ചുറ്റും. വാസുകി വാസുകി പല്ലില്ല വാസുകി. 3 പേരുമായി. നല്ലുടുപ്പ്, നല്ല ചുന്ദരി. ഇത് കൊള്ളാലോ, ഇയർ റിങ്സ് കൊള്ളാലോ. അമ്മ മേടിച്ചതാ. ആണോ? അമ്മ മേടിച്ചതാ. ഇത്ര സുന്ദരിയായിട്ട് ഏത് പാട്ടാ പാടുന്നേ? നിനക്കുന്നിലാവിൽ. നിനക്കുന്നിലാവിൽ. സീരിയസ് പാട്ടാണല്ലോ. നിങ്ങളുടെ അമ്മേനെ ഓർക്കുന്ന പാട്ടത്. ഞങ്ങളുടെ അമ്മയെ വാസുകി കുട്ടി ഓർക്കാൻ പോണം. പിന്നെ നിങ്ങളുടെ അമ്മയെ ഞങ്ങൾ ഓർക്കണ പാട്ട്. അവരവരുടെ അമ്മ അവരവരെ കേൾക്കുമ്പോ അമ്മേനെ ഇങ്ങനെ ഓർമ്മ വരും നമുക്ക്. അതാണ്. അപ്പൊ ഞങ്ങളുടെ അമ്മയെ വാസു ഓർത്തോണേ പാടുമ്പോ. അതിന് കണ്ടിട്ട് വേണ്ടേ? കണ്ടിട്ട് വേണ്ടേ? പഠിക്കോ. ഓൾ ദി ബെസ്റ്റ്. നിനക്കും നിലാവിൽ കുളിക്കും പുഴയ്ക്കും അമ്മയായി തീർന്നത് പുണ്യം. തണുപ്പിൻ തലോടലും താരാട്ടു പാട്ടുമായി വിളിക്കുവാനാണെന്റെ ജന്മം.
എനിക്ക് മനസ്സിലായി ഇത്രയും നന്നായിട്ട് പാടാനുള്ള കാരണം എന്താ? എന്താ? അച്ഛൻ വന്നില്ലേ? അതാണോ? അതാണോ വാസു? അല്ലേ? അതല്ല, പിന്നെന്താ? അമ്മ വന്നില്ലേ? അതാണോ വാസു? അതമ്മ എപ്പോഴും വരാറില്ലേ? എപ്പോഴും വരാറുണ്ട്. അപ്പൊ അതുമല്ല, പിന്നെന്താ കാരണം? എന്റെ പേരശ്ശിയുണ്ട്, അച്ഛന്റെ കസിൻ സിസ്റ്റർ. ഓ, ഓ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി പാടിയേ. അതുകൊണ്ടാണ് നന്നായിട്ട് പാടിയേ. എന്തൊരു ആനന്ദ ഭൈരവിയായിരുന്നു. ഈ ആനന്ദ ഭൈരവി എങ്ങനെ പഠിച്ചു വാസു? അമ്മ പഠിപ്പിച്ചാണ്. ആണോ? പാട്ട് പാടുമ്പോ ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്ന് പറയല്ലേ അമ്മ? വാസു എന്നെ നോക്കിക്കൊണ്ടേ ഇടയ്ക്ക്. അപ്പൊ ഞാനും പാടിത്തരാം. അമ്മയും അങ്ങോട്ട് പാടി കൊടുക്കുന്നു, വാസു അങ്ങനെ നോക്കി പാടുന്നു, പിന്നെ നമ്മളെ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു. പരിപാടിയൊക്കെ മനസ്സിലായി അങ്കിളുടെ കേട്ടാ. അവസാനത്തെ ആനന്ദ ഭൈരവിയാണ് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയണത്. ഹൈലൈറ്റ് അല്ലേ? highlight. വൈശാഖ് സാർ അത് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചതാ. വൈശാഖ് സാർ ആണോ? അമ്മേ. ഒരു ഭയങ്കര കഷ്ടപ്പാടായിരുന്നോ? ആരാണ് കൂടുതൽ കഷ്ടപ്പെട്ടത്, വൈശാഖ് സാറാണോ അമ്മയാണോ? വൈശാഖ് സാർ വൈശാഖ് വൈശാഖ് സാർ. സാറ് നല്ല എത്ര കഷ്ടപ്പെട്ടു. ദിവസം എടുത്ത്? 3 ദിവസം. 3 ദിവസം എടുത്താണ് പഠിച്ച. മീനൂട്ടാ മാത്രല്ല ഈ വാക്കുകളൊക്കെ പഠിപ്പിച്ചത് പറയുന്നത്. അതൊക്കെ തെറിച്ചു വന്നു. നിഗൂഢമാ. അതൊക്കെ കൊള്ളാം. പക്ഷെ കുലിപ്പിച്ചെന്നാ പാടിയത് ആദ്യം. അങ്ങനെ കുലിപ്പിക്കാൻ പറ്റുമോ? എന്താ ചെയ്യണം കുളിപ്പിച്ചാൽ? ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അമ്മ പറഞ്ഞു കുലിപ്പിച്ചിട്ടാന്ന് കേക്കണേ. അതാ പല്ലില്ലാത്തോണ്ടായിരിക്കും മുന്നില്. സാരല്ല കേട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത്രയും സീരിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആരും പാടിയിട്ടില്ലല്ലോ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസ്. അതെ ആ നേരാട്ടോ. ഇത് ശരിയാ. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കവിതയും മറ്റു സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ ഈ നിലാവത്ത് ഇങ്ങനെ ഞാൻ പറന്നു പോയി കേട്ടാ. ഇങ്ങനെ പറന്നു. ആ ഹാപ്പിയായി. ആ എങ്ങനെയാ പറക്കുന്നേ? ആ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് നല്ല രസമായിട്ട് പറക്കണം. നോട്ടെ പറഞ്ഞേ. ആ അങ്ങനെ പറന്ന്. ഓ ആ പാട്ടിൽ കൂടെ പറക്കും മതി. എന്ത് രസാന്നറിയോ? ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ണടച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അച്ഛനും അമ്മയും ഒന്നിച്ചിരി. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു വാസു കലക്കും, കാരണം അച്ഛനും അമ്മയും ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്, അതല്ലേ സ്പെഷ്യൽ. അതുകൊണ്ടാണ് നന്നായിട്ട് പാടിയെന്നാണ് പറഞ്ഞത്. അതെ, സ്പെഷ്യൽ ആരൊക്കെയാ വന്നിരിക്കുന്ന? കുറച്ചു പേരുണ്ട്. ഉണ്ട്. ആരൊക്കെയാ ഉള്ളത്? എന്റെ പേരശ്ശി, പിന്നെ പേരശ്ശി. പേരശ്ശി. ആ ഏതാ പേരശ്ശി? കൈപൊക്കോ ഒന്ന്. ആ അത് പരിചയപ്പെടുത്തോ ഒന്ന് മൈക്ക്. അതെ, പേര് പറഞ്ഞോ. എന്റെ പേര് ദിവ്യ എന്നാണ്. ആ. ഞാൻ കിങ്ങിണിയുടെ പേരശ്ശിയാണ്. പേരശ്ശിയാണ്. ഓ. കിങ്ങിണിയുടെ അച്ഛന്റെ പ്രശോഭിന്റെ ഒരു കസിൻ സിസ്റ്റർ. ഓ ശരി. എന്റെ പേര് ശ്രീദേവി എന്നാണ്. ഞാൻ ഇതേപോലെ പേരശ്ശിയുടെ മോളാണ്. ഓ ശരി. എന്റെ പേര് അനയെന്നാണ്. ഞാൻ ഇതുപോലെ പേർഷ്യന്റെ മോനാണ്. എൻ്റെ പേര് പ്രഭേഷ്, ഒരു ഹസ്ബൻഡാണ്. താങ്ക് യു ഫോർ ബീങ് ഹിയർ ഫോർ കിങ്ങിണി. ആദ്യമാണ് ഞാൻ കേൾക്കണ കേട്ടോ കിങ്ങിണി കുട്ടി എന്നൊരു പേരുണ്ടെന്ന്. ഭയങ്കര രസമല്ലേ വീട്ടില് കിങ്ങിണി എന്ന് വിളിക്കാൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ? കിടക്കയിൽ കിടക്കും പക്ഷെ ഉറങ്ങൂല, അതാരാ? ആരാ മധു? കിടക്കൽ കിടക്കും മൂത്രം ഒഴിക്കില്ലെന്നോ? ആരാ? പക്ഷെ ഉറങ്ങില്ല. തലയാണാണോ? എടാ മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? അതായിരുന്നു തോന്നുന്നു. പൊതപ്പ് കണ്ടുപിടിച്ചേട്ടാ. ഓ, എന്തൊരു brilliant ആയിരുന്നു ചേച്ചി. അതൊന്നും പറയണ്ട, എന്റെ മോള് ബ്രില്യന്റ് തന്നെയാണ്. അതെ. വേറെ എന്തോ പണി വരാൻ എന്തോ വലുത് വരാനിരിക്കുന്നു. വാസു കലക്കിയേട്ടാ. താങ്ക് യു. ഇത്രയും നല്ലൊരു കവിത, അതും നിലാവത്ത് ഇങ്ങനെ കവിതയിൽ ഇങ്ങനെ പറന്നുപോയില്ലേ, അത് അങ്കിൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. വാസുകുട്ടി, എന്താ? എന്ത് ഫീലായിരുന്നു എന്നറിയോ പാടിയപ്പോ? ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് എന്റെ അമ്മേനെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. സാധാരണ ഞാൻ എപ്പോഴും അച്ഛനെ പറ്റിയിട്ടല്ലേ പറയാറ്. അപ്പോ ഞാനും അമ്മയെന്ന് പറഞ്ഞാൽ എപ്പോഴും തല്ല. ഫുൾ ടൈം അമ്മേന്റെ ടേസ്റ്റ് വേറെയാണ്, എന്റെ ടേസ്റ്റ് വേറെ. അമ്മക്ക് ഇങ്ങനെ മുടിയൊക്കെ ഇന്ന് രാവിലെയും കൂടെ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ നടുവിലെ പാർട്ട് ചെയ്ത് മുടി പിരിച്ചിട്ടിട്ട് ഇത്ര മുടിയൊക്കെ ഉള്ള ആളായിട്ട് എന്നെ കാണാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ എപ്പോഴും ബോബ് ചെയ്ത് മുടി പകുതി കട്ട് ചെയ്ത് അങ്ങനെ തരാം. നമ്മള് പറഞ്ഞ 2 പോൾസിൽ നിൽക്കുന്ന ആളുകളാ. പക്ഷെ വാസിക്കുട്ടി പാടിയപ്പോ ഞാൻ ഇങ്ങനെ പെൺകുട്ടിയാണെങ്കിലല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ആൺകുട്ടിയാണെങ്കിൽ ടോംബോയ്. യെസ്. പക്ഷെ ആ ഒരു സ്റ്റൈലായിരുന്നു കേട്ടോ മച്ചേട്ടാ. ചേരും നന്നായിട്ട്. പണ്ട് ആ ഒരു സ്റ്റൈലായിരുന്നു, ടീഷർട്ടും ജീൻസ്. എന്ത് ചെയ്യാനാ? അപ്പൊ ഞങ്ങൾ ഈ പേരും പറഞ്ഞിട്ട് എപ്പോഴും അടിയാ. അമ്മ കൊണ്ടുവരുന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടില്ല. എല്ലാം അച്ഛൻ്റെ ഒരു ടേസ്റ്റ്, അച്ഛനുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ, അച്ഛനുമായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്, പാട്ട് പാടുന്നത്.
പക്ഷേ വാസുകുട്ടി ഇപ്പൊ പാടിയപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, അമ്മ അവിടെ സൈലന്റ് ആയിട്ട് എപ്പോഴും ഉണ്ട്. അമ്മ എല്ലാ ദിവസവും സൈലന്റ് ആയിട്ട് ഇപ്പൊ ഭക്ഷണം തരാനും കുളിപ്പിക്കാനും. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അത് ഹിഡൻ ആയി പോയിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും ഫ്രണ്ടിൽ നിന്നിട്ടല്ലാണ്ട് അച്ഛന് നല്ല കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ പുറകിൽ നിന്നിട്ടാണ് അമ്മ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അതെനിക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എനിക്കിങ്ങനെ വാസുകുട്ടി പാടിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു. മുടി മുറിക്കാൻ കൊണ്ടുപോയത്, പുതിയ ഉടുപ്പ് ഇട്ട് തരുന്നത്, കുളിപ്പിക്കുന്നത്, എൻ്റെ അനിയനെ നോക്കുന്നത്, അച്ഛമ്മേനെ നോക്കുന്നത്, അച്ഛനെ ഇതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് ഫീൽ ഉണ്ടായിരുന്നു വാസുകുട്ടിയുടെ പാട്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി ചേച്ചി. വേറെ ഒന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല. നല്ല രസത്തിൽ ആനന്ദ ഭൈരവി പാടി. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി കേട്ടോ. നല്ല ഫീല്. എന്തൊരു പ്രോഗ്രസ്സാ. താങ്ക് യു കേട്ടോ. മിടുക്കിയായി പാടി കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. വാസുകുട്ടി, എന്താ അമ്മയെ പറ്റിയുള്ള പാട്ടായിരുന്നല്ലേ? അമ്മ ഇതുപോലെയൊക്കെയാണോ ഈ പാട്ടിൽ പറഞ്ഞ പോലെയാണോ? പാവ അമ്മയാണോ അതെയോ ഇച്ചിരി വഴക്കൊക്കെ പറയോ? വഴക്ക് ആണോ? വഴക്ക് പറയും. അതൊക്കെ നമ്മൾ നന്നാവാൻ വേണ്ടിട്ടല്ലേ? സ്വാഭാവികം. അല്ലേ? എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. അച്ഛനും അത് അച്ഛനും അതുപോലെ വഴക്ക് അച്ഛനും അതുപോലെ. ആ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വഴക്ക് കേട്ട ഈ മധുവങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ആയത്. ഇത് കണ്ടില്ലേ? വളർന്ന് പന്തലിട്ട് നന്നായിട്ട്. പന്തലിച്ചു. അതെ, രണ്ടുപേര് കണക്കാ. രണ്ടുപേരും കണക്കാണോ? കണക്കാ. ഓ, അത് ശരി. Mathematics. അപ്പൊ ഈ പാട്ടിൽ പറഞ്ഞ പോലെയൊന്നും അല്ലേ? ഇതായിട്ട് ആണല്ലേ? ചില അല്ലേ? സമയത്ത് ചെറുതായിട്ട്. ആ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ പാട്ടിൽ പറഞ്ഞ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് ആ കോസ്റ്റ്യൂം. എന്താ രസം. ഇത് തയ്പ്പിച്ചതാ. ആണോ? ഇതുപോലത്തെ ഇത് ആ. മേടിച്ചിട്ട് തയ്ക്കാൻ കൊടുത്തു. തുണി മേടിച്ച് തയ്ക്കാൻ കൊടുത്തു. തയ്ക്കാൻ കൊടുത്തു. ആ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് മധുവങ്കളിന് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ. ഓക്കെ. എന്താ ഒരു സന്തോഷമില്ലാത്ത? ഇല്ല, പാട്ട് പാടി പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുവാ അതെ, ഇപ്പോഴും. അതിന്റെ ഇത് മാറി, ഹാങ് ഓവർ ഒന്നും മാറിയിട്ടില്ല. അതെ, ഓക്കെ അതാണ്. ഓക്കെ 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 ശരി. ലയിക്കാൻ സമ്മതിക്കില്ല മധു. സോറി ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിനുടാ, എന്തോ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി 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 മനസ്സിലൊരു യുദ്ധം, അന്താരാഷ്ട്ര പ്രശ്നങ്ങളെല്ലാം കൂടെ എല്ലാം എന്റെ തലയിലായി പോയതുകൊണ്ട് ഇതെല്ലാം പരിഹരിക്കണ്ടേ? വേണം. അപ്പൊ അതുകൊണ്ട് സത്യം പറ, പ്രിയ ചേച്ചി അല്ലേ അത് പാർട്ട് ഓഫ് ദ യുദ്ധം. ഞാൻ പറഞ്ഞില്ലേ? യുദ്ധം. ആ, പാർട്ട് ഓഫ് ദ യുദ്ധം. അതെ അപ്പൊ അങ്ങനെ പല പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതെ. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ അത് തണുത്തില്ലേ? എന്തായാലും മീൻകുട്ടാ, താങ്ക് യു ഫോർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. എന്റെ Okay. തലയിൽ കൂടെ പോകുന്നത്. ആ. പക്ഷെ അത് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. ആ. നമ്മുടെ ഈ പാട്ട് കേട്ടോ? പാട്ട് കേട്ടോ. തണുത്തു. ഞാൻ പറഞ്ഞില്ലേ ശരിക്കും തുടക്കത്തില്. തണുത്ത് ഇങ്ങനെ കുളിപ്പിച്ച മഴ പോലെ. പിന്നെ ഞാൻ ഇങ്ങനെ പറന്നെന്ന് പറഞ്ഞില്ലേ, അതെ. ഉം. അപ്പൊ ഞാൻ വെയിറ്റ്ലെസ് ആയിപ്പോയി. ഉം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാസുകുട്ടിക്ക് എന്ത് കൊടുക്കണം? ഒരു മഴയല്ലേ? ഓക്കേ, അങ്ങനെ ഒരു മധുര മഴ. അങ്ങനെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആൾക്കാരെ പറ്റി പറയുന്നില്ലേ? ഒരു തിരുവനന്തപുരം, ഒരു എറണാകുളം, ഒരു കണ്ണൂര്, എല്ലാവർക്കും ആൾക്കാരില്ലേ? മീനുട്ടിയുടെ ആളായിരിക്കും. അങ്ങനെ എനിക്കും ആ. തോന്നി തോന്നി. എനിക്ക് ഞങ്ങളുടെ തോന്നി. സ്ഥലത്തുനിന്ന് ഒരാള് ആ വരുന്നത്. സംസാരം തുടങ്ങിയപ്പോഴേ എനിക്ക് അതെ, തോന്നി. ഞങ്ങളുടെ മെയിൻ വേരെത്താൻ പോവാണ്. കോട്ടയത്ത് നിന്നും സാംസോണി. വെൽക്കം. കൊള്ളാലോ, നല്ല കളർ കോമ്പിനേഷൻ ആണല്ലോ. അതെ. പിന്നെന്താ ഉദ്ദേശം? പാടും. പാടുമല്ലേ? ആണല്ലേ? കോട്ടയത്തിന്റെയാ? ഓക്കെ. നന്നായി പാടും. മിനുട്ടി പാടുവോ? കോട്ടയത്തിന്റെയാ. മിനുട്ടി പാടുവോ? ഞാൻ കോട്ടയത്ത് ഇച്ചിരി മാറിയാ ഒരു ഉൾഗ്രാമത്തിലാ മീനുട്ടി താമസിക്കുന്നത്. പാടുപെടും. ഞാൻ പാടുപെടില്ല, കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോ പാടുപെടും. ആണോ? പാടുപെടൂലേ? ഇല്ല, ഞാൻ ഒന്ന് പാടുപെടില്ല. പാടിത്തന്നെ. ഞാൻ വേണം അടുത്തിരിക്കുമ്പോ പാടിത്തരൂ. മൈക്കിൽ പാടാൻ പറ്റില്ല എന്നല്ലേ മീനുട്ടാ? Yes. യെസ്. ഏത് പാട്ടാണെന്ന് പാടുന്നത്? ഞാന് മറന്നുപോയോ? പാതിമയും മറന്നതുണ്ട്. അയ്യോ, അതാണോ? മറന്നുപോയി, ശരിക്കും മറന്നു. ഇത് മറഞ്ഞുപോയി അല്ലേ? ആ ആദ്യമായി മറഞ്ഞത് എന്തേ? പക്ഷെ പാട്ട് പെട്ടെന്ന് മറന്നുപോയി. നീ പാതിമേ മറന്നെന്നാണോടാ പറഞ്ഞത്? കോട്ടയാണല്ലേ? കോട്ടയം മറഞ്ഞത് കോട്ടയം. അല്ല, അത് ചിലപ്പോ ചിലർ ഗ്ലിച്ച് വരും. ഓക്കെ ഓക്കെ പിന്നെ ശരിയാവും. ശരി ശരി ഓക്കെ ഓക്കെ. പിന്നെ ഡീറ്റെയിൽസ്
ലിറിക്സ് കൈതപ്പുറം സാറ്, ആ. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ഉം. പിന്നെ മൂവി പാവം പാവം രാജകുമാരൻ. ഇപ്പൊ എന്താ വളരെ പാവമായിട്ടുള്ള നിക്കണേ എന്താ? പാവം പാവം സാംസങ് കുട്ടൻ. ആ പാവം ആ, പാവം. പാടാൻ ഇങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കുക. അതാണ്, അതാണ് പാട്ട് കഴിഞ്ഞ് ശരിയാവും. പാട്ട് പിന്നെ? കഴിഞ്ഞാൽ സെറ്റ് ആവും. പിന്നെ പിന്നെ ഇയർ 1990. ആ. പിന്നെ സിംഗറെ യേശുദാസ് സാർ. വെരി ഗുഡ്. Yes, മിടുക്കൻ. എന്നാ പാടിക്കോളൂ പാവം പാവം സാംകുട്ട. പാതിമേ മറഞ്ഞതിന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലകലികയിൽ ഏകദീപം നീ. പാതിമേ മറഞ്ഞതിന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലകലികയിൽ ഏകദീപം നീ. പാതിമേ മറഞ്ഞതിന്തേ സൗഭാഗ്യതാരമേ. അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ കളമൈനകൾ രാപ്പന്തലിൽ ആടി ശുഭരാത്രി ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു. പാതിമേ മറഞ്ഞതിന്തേ സൗഭാഗ്യതാരമേ. കനകാംബരങ്ങൾ പകരുന്നു കൗതുകം. കനകാംബരങ്ങൾ പകരുന്നു കൗതുകം. നിറമാലകൾ തെളിയുന്നതാ മഴവിൽ കൊടി പോലെ. ആയിരം കൈകളാ അലകളതെഴുതുന്ന രാവിൽ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു. പാതിമേ മറഞ്ഞതിന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലകലികയിൽ ഏകദീപം നീ. പാതിമേ മറഞ്ഞതിന്തേ സൗഭാഗ്യതാരമേ. നൈസ് മനെ, നൈസ് നൈസ് നൈസ്. സാംകുട്ട എന്തോ
എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ മനസ്സിൽ പാടുമ്പോ? ചെറിയ ഒരു പേടി. എന്തിനെങ്കിലും പറ്റിയൊരു ടെൻഷൻ? ശബ്ദം ഹൈപ്പിച്ച് പോകുമ്പോൾ സ്ട്രെയിൻ ആവും എന്നുള്ളത്, ഈ എത്തോ എത്തില്ലയോ, ക്രാക്ക് വീഴുവോ എന്നുള്ളൊരു, അത് വെള്ളി വീഴുവോ എന്നുള്ളൊരു സംശയത്തിലാണ് പാടുന്നത്. അതല്ല, ഞാൻ ഇവിടെ കേറുന്നതിന് മുമ്പ് ഒന്ന് ഛർദിച്ചായിരുന്നേ. ആണോ? ആ, ഓ അത് ശരി. അപ്പം സൗണ്ട് മൊത്തം അടഞ്ഞു പോയി ചെറുതായിട്ട്. ആണോ? ഓക്കെ 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 ഓക്കെ. വയ്യായിക, അതിന്റെ ഒരു വയ്യായിക പാട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. വിചാരിച്ച, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ, അത് സാംകുട്ടനും പ്രതീക്ഷിച്ച പോലെ പാടാൻ സാധിച്ചാൽ, ഞങ്ങളും സാംകുട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അതാണ് ഇന്ന് സംഭവിച്ചത്. പല സ്ഥലങ്ങളിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എല്ലാം കൂടി വിശദമായിട്ട് പറയുന്നില്ല, സുഖമില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. എന്തായാലും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് നമ്മുടെ സാംകുട്ടൻ. പിന്നെ ശബ്ദം മാറുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിൻ്റെയും കൂടി അതും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത തവണ വരുമ്പോ എല്ലാം ശരിയായിട്ട് നന്നായി പാടും കേട്ടോ. നമുക്ക് ഈ ഗട്ടില്ലേ, ഗട്ട് ബ്രെയിൻ ആക്സസ് ഉണ്ട്. അവിടെ ഒരുപാട് മൈക്രോബയം അവർ താമസിക്കുന്നുണ്ട്. മില്യൺസ് ആൻഡ് മില്യൺസ്. അവർ സുഖമായിട്ടല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത് ബ്രെയിൻ സ്ട്രെസ് വരുന്നത്, നമുക്ക് സ്ട്രെസ് വരുന്നത്, എന്തെങ്കിലും രീതിയിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഗട്ട് ഇവരൊക്കെ പ്രശ്നത്തിലാവും. അപ്പോഴത്തേക്ക് അത് നമ്മുടെ ബ്രെയിനിൽ ആ രീതിയിൽ നമ്മുടെ മൂഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പൊ അത് ചിലപ്പോൾ സ്കിന്നെ വരെ എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഗട്ട് ബ്രെയിൻ സ്കിൻ ആക്സസിനെ പറ്റി ഇപ്പൊ കണക്ഷൻ, അല്ലെങ്കിലും പൊതുവെ പറയുന്നത് ഏതൊരു അസുഖത്തിന്റെ ആരംഭം വയറിൽ നിന്നാണെന്നാണ് പറയാ. അതിനാണ് ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറയും ഗട്ട് ഫീലിംഗ് നമ്മൾ പറയാൻ കാരണം അതാണ്. അത് ഒരു വലിയ ഫീലിംഗ് ആണ്. അത് അവിടെ നിന്നാണ് ഈ പറഞ്ഞ എപ്പിസെന്റർ അല്ലെ. ഡൈജഷൻ ശരിയാവാതെ വരുമ്പോ, ഫുഡ് പോയ്സൺ വരുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് നമ്മൾ മനസ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഒരു മൂഡ് ഓഫ് ആയിരിക്കും, ഒരു വീക്ക്നെസ്, നമുക്ക് ടയർഡ്നെസ് എല്ലാം ഉണ്ടാവും. സാരമില്ല. അപ്പൊ അതുകൊണ്ട് പാട്ട് പാടിയതിനെ കുറിച്ച് അങ്കിളും ഒന്നും പറയുന്നില്ല. ഇതിന്റെ ഒരു കഥ മാത്രം പറയാം. പണ്ട് രാഗോത്സവം എന്ന ഒരു പരിപാടി, അത് ശാസ്ത്രീയ സംഗീതത്തിലെ, നമ്മുടെ കർണാടക സംഗീതത്തിലെ രാഗങ്ങളെ പറ്റിയാണ്. അത് കാവാലം ശ്രീമാറേട്ടനും ഞാനും കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കൈരളി ചാനലിൽ അതിന് വേണ്ടി പോകും. അപ്പൊ ആ സമയത്ത് ജോൺസേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജോൺസേട്ടനോട് ചോദിച്ചു, ജോൺസേട്ടൻ എനിക്കൊരു സംശയമുണ്ട്. എന്താടാ? ഞാൻ പറഞ്ഞു, ഇതാണ് ഈ പാട്ടില്ലേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഉണ്ട്, ആ പാട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒരു ദിവസം പാടിയത്. ദേവാങ്കണങ്ങൾ. അത് ഞാൻ ഓഡീഷന് പാടിയത്. ഓഡീഷനും പാടിയിട്ടുണ്ട്. രണ്ടും പാടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് ജോൺസൺ പറഞ്ഞു, ആദിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. ഇത് ആ പാട്ട്. ഇത് മൂന്നും ഒരു എടുപ്പല്ലേ ജോൺസേട്ടാ? കുറച്ച് പേടിച്ചാണ് ചോദിക്കുന്നത്. അനുരാഗിണി ബിഫോർ ബീറ്റ് തുടങ്ങുന്നു. ദേവാങ്കണം പാതിമേ മറഞ്ഞ്. അതുപോലെ തബലയുടെ നടകളൊക്കെ സിമിലർ ആണ്. അപ്പോ ജോൺസൺ പറഞ്ഞു, എടാ അത് ബാലനാണ് വായിച്ചത്, തബല വായിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് നടകളും സെയിം ആണ്. കളാ നീ കണ്ടുപിടിച്ചല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ജോൺസൺ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് പിൽക്കാലത്ത് ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു പാട്ട് ആദ്യം ചെയ്ത് അത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഉള്ള സിനിമകളിൽ ഒരു സിമിലർ സോങ് സിറ്റുവേഷൻ വരുമ്പോൾ ആ പാട്ട് പോലെ വേണമെന്ന് ഡയറക്ടർ പറയും. അപ്പൊ എല്ലാത്തിന്റെയും മൂല കാരണം അനുരാഗിണിയാണ്. അപ്പൊ പത്മനാഭൻ സാർ വരുമ്പോഴും നമുക്ക് അനുരാഗിണി പോലത്തെ പാട്ട് ചെയ്യാം, പക്ഷെ കുറച്ച് ക്ലാസിക്കൽ എലിമെന്റ്സും ചേർക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ദേവാങ്കണങ്ങൾ ഉണ്ടായത്. അതുപോലെ ഇതിന്റെ സിറ്റുവേഷനും ഏത് പാട്ട് വേണം, രാത്രി ഈ കവിത പോലെ പാട്ട് എഴുതുന്നു, ശ്രീനിവാസൻ സാറാണ് എഴുതുന്നത്, സാറിനെ ഓർക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അതിന് ഏത് പാട്ട്? അപ്പോൾ ഡയറക്ടർ പറയുന്നു, നമുക്ക് അനുരാഗിണി പോലത്തെ ഒരു പാട്ട്. അങ്ങനെയാണ് പാതിമൈ വരുന്നത്. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഒരു ജനസിൽ പെട്ട് വന്നത്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ വാർത്തെടുത്തിരിക്കുന്നത് അദ്ദേഹം എടുത്തിരിക്കുന്നതിന് കാരണം ഇതാണ്. അപ്പോൾ പിൽക്കാലത്ത് ഞാനും ചില ഹിറ്റ് പാട്ടുകൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നത്തെ സിനിമകളിൽ വരുമ്പോഴത്തേക്കും ഡയറക്ടേഴ്സ് പറയാറുണ്ട്, ആ പാട്ട് പോലെ ആണെങ്കിൽ കൊള്ളാമെന്ന്. അത് എല്ലാ സംഗീത സംവിധായകരും അത്തരം വഴികളിലൂടെ, സിനിമയിലുള്ള സംഗീത സംവിധായകരും അത്തരം വഴികളിലൂടെ പോകുന്നതാണ്. അപ്പൊ ഈ മൂന്ന് പാട്ടും എപ്പോഴും എനിക്ക് ഒന്നായിട്ട് ഉള്ള ഫീലിംഗ് ആണ്. പക്ഷെ ഈ ഒന്നാണെങ്കിലും അത് മൂന്നാണ്. മാത്രമല്ല ഈ മൂന്ന് പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. അതാണ് ജോൺസേട്ടന്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞത്. അപ്പൊ അത്തരം ഒരു പാട്ടെടുത്ത് പാടിയതിന് ഒരു സലാം. സാംകുട്ടാ, എന്തോ വയ്യ അല്ലേ?
ചെറുതായിട്ട്. അതെന്തായാലും ഒരു പേടി പോലെ എനിക്ക് തോന്നിയത് ആദ്യം കണ്ടപ്പോ. എന്താണ് ഒരു പാടാനൊരു പേടി, അങ്ങനെ എനിക്ക് തോന്നിയത് ആദ്യം. എന്തായാലും കുഴപ്പമില്ല, ആരോഗ്യമൊക്കെ ശരിയാവട്ടെ കേട്ടാ. പിന്നെ ആ ശ്രുതിയുടെ കാര്യം ഞങ്ങളിങ്ങനെ പറയായിരുന്നു. സൗഭാഗ്യ താരമേ താഴെയാണ്, പിന്നെ മറ്റേത് മേളിലേക്ക് പോകുന്നുണ്ട് അനുപല്ലവി ചരണത്തില്. അപ്പൊ പിന്നെ ഈ ശ്രുതിയിലെ പാടാൻ പറ്റും, ബേസ് കിട്ടില്ല അല്ലെങ്കിൽ ഇത് കിട്ടില്ല. അപ്പൊ ആ റേഞ്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു പാട്ടാണ്. മാത്രല്ല സാംകുട്ടന്റെ ശബ്ദം മാറി വരുന്നുണ്ട് അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്റെ പാട്ട് എന്നൊന്നും ഞാൻ കേൾക്കുന്നവർക്ക് അല്ല. മനസ്സിലാവില്ല. ഹൈപ്പിച്ചിലേക്ക് പോകുമ്പോ വെള്ളി വീഴുന്നില്ലേ? ഒരു സ്ലിപ്പ് വരുന്നില്ലേ? വെള്ളി വീഴുന്നില്ലേ? ആ അത് ആ വെള്ളി വീണ് തുടങ്ങിയ അതിന്റെ മാറുന്നോണ്ടാ. അർത്ഥം മാറി തുടങ്ങിയെന്നാ. മാറി തുടങ്ങുന്നതുകൊണ്ടാണ് അത്. സ്ഥിരം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സ്ഥിരമില്ല. ശബ്ദത്തിന് എന്തെങ്കിലും വയ്യായിക ഉള്ളപ്പോഴും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് വയ്യായികയുടെയാണ്. കഴിഞ്ഞ പാട്ടുകളിലൊന്നും ഇല്ലായിരുന്നു. അതിന് മുമ്പ് എപ്പോഴോ വന്നപ്പോ ഉണ്ടായിരുന്നു ഒരു വെള്ളി വീണായിരുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു ശബ്ദം മാറി തുടങ്ങിയില്ലേ? അത് നമ്മുടെ മഴനീർത്തുള്ളി. അതെ. യെസ്. അപ്പൊ സാം കുട്ട കാര്യമായിട്ടൊന്നും പറയുന്നില്ല. മൊത്തത്തിൽ ഇന്ന് സാം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യല്ലോ, ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഇന്ന് നല്ല രസമായിട്ട് ഇത് പ്രസന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന അത്ര ആ ഒരു സുഖം എനിക്ക് കിട്ടിയില്ല. മെയിനായിട്ട് ഈ പേടിയുടെ കാര്യം. അപ്പോ അതാണ് എനിക്കും തോന്നിയത്. അപ്പൊ എന്തായാലും ആരോഗ്യമൊക്കെ ബെറ്റർ ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതിനോട് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിക്കട്ടെ? ദേവാങ്കണത്തിലും ഈ പാതിമയിലും ഒരു വാക്ക് കൈതപ്രം സാറ് കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതേതാണ്? ദേവാങ്കണത്തിലും ഈ പാട്ടില് താരകം ആണോ? ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. പിന്നെ ഇത് പാതിമയും മറഞ്ഞതെന്റെ സൗഭാഗ്യ താരമേ. ആ താരം, അത് താരകം, ഒരേ ഒറ്റ വാക്കോ? ഒറ്റ വാക്ക്. അമൃതകണം. സുശാന്തേട്ടൻ കറക്റ്റ്. അമൃതകണം. അമൃതകണം. അതല്ലേ? സാംകുട്ട, എന്തോ ഇന്ന് സാംകുട്ടന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് സാംകുട്ടനും അറിയാം, ഞങ്ങൾക്കും അറിയാം, അത് പ്രേക്ഷകർക്ക് മനസ്സിലായി. അപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് കുറച്ച് കുറവാണ്, 96.75 ഔട്ട് ഓഫ് 100. താങ്ക് യു. അപ്പൊ സാംകുട്ട വയ്യായികൊക്കെ വേഗം മാറട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നല്ല റെസ്റ്റ് കൊടുക്കണം, വയറിന് റെസ്റ്റ് കൊടുക്കണം. അതെ. ഒന്നും കഴിക്കണ്ട, കൂടുതൽ കഴിക്കണ്ട. ഒരു പട്ടിണി കിടന്നോ? അല്ല ശരിക്കും ഡോക്ടേഴ്സ് പറയുന്നത് ഈ സമയത്ത് ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് പറയാം. കുറെ വെള്ളം കുടിക്കുക ഇഷ്ടംപോലെ, ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ കേട്ടോ. ബൈ ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. Good night. ഗുഡ് നൈറ്റ്. മധുങ്കൾ, ഓ ഞാൻ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. ഇപ്പൊ മധുങ്കളിന് ആരെങ്കിലും കുറച്ച് ചക്കക്കുരു കൊണ്ട് തന്നാൽ മധുങ്കൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാനത് മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കും, ചുട്ട് കഴിക്കും, മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കും, ചക്കക്കുരു മാങ്ങയും ഉള്ള കറി ഉണ്ടാക്കാൻ പറയും. ചക്കക്കുരു മാങ്ങ ഉണക്കമീനും ചക്കക്കുരു അത് തന്നെ ചിലപ്പോ ചെമ്മീൻ ഇട്ടിട്ടുണ്ടാക്കും, ചിലപ്പോ ചിലവരുണ്ടാക്കാറുണ്ട്. കഴിച്ചിട്ടില്ല ഞാൻ, പക്ഷെ നല്ല ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടുണ്ടാക്കും. ആണോ? അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആര് ചേച്ചി എന്ത് ചെയ്യും? ഞാനും ഇതൊക്കെ പോലെ തന്നെ കുക്ക് ചെയ്ത് അങ്ങ് കഴിക്കും. എങ്ങനെ കുക്ക് ചെയ്ത്? ചെമ്മീൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷ് പറ. ചക്കക്കുരു വെച്ച് ചെമ്മീൻ ഇട്ടുണ്ടാക്കും. എം ജെ അങ്കിൾ? എനിക്ക് ചക്കക്കുരു ഇഷ്ടമല്ല, ചക്ക വരട്ടിയത് ഇഷ്ടം. ചക്ക വരട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ചക്കക്കുരു ഇഷ്ടമല്ലേ? ഇഷ്ടല്ല. ആണോ? കഴിക്കില്ല. അത് മിക്കവരും ചക്കക്കുരു കഴിക്കാത്തതിന്റെ ഒരു കാരണം വെച്ചാൽ ഗ്യാസിന്റെ അസ്ഥ്യത ഉള്ള ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ വളരെ നല്ലതാണെന്നാണ് പറയണത്. ആന്റിബയോട്ടിക് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഈ ഇതില്ലേ ആന്റി ഓക്സിഡൻസ് ഒക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചക്കക്കുരു ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ്. എനിക്ക് ചക്കക്കുരു ഫേവറേറ്റ് ആണ്, ചക്കക്കുരു മാങ്ങ. പക്ഷെ നമ്മൾ ഇതിനെ പറ്റി അല്ല ഇപ്പൊ സംസാരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ചക്കക്കുരുവിനെ പറ്റിയാ പറയുന്നതെങ്കിലും അത് ചക്കക്കുരുവിനെ പറ്റി അല്ല. ജഗത്ത് ഇവിടെ വരുന്നുണ്ട് കുറച്ച് ചക്കക്കുരു വിശേഷങ്ങളുമായിട്ട്. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചോദിക്കാം. ലെറ്റ്സ് വെൽക്കം ജഗത്ത് ഓൺ സ്റ്റേജ്. ഹായ്. ഓടിയൊക്കെയാണല്ലോ, സ്മാർട്ടായിട്ട് ഓടിയൊക്കെയാണല്ലോ. ചക്കക്കുരു കഴിച്ചു അല്ലേ? ചക്കക്കുരുവിന്റെ ആണോ? ഉഷാറ് നിനക്ക്. ഗ്യാസിന്റെ ശല്യം ഇന്ന് നല്ല ഉഷാറല്ലേ? മിനുട്ടി പറഞ്ഞ നീ ചക്കക്കുരു ഒരുപാട് കൊണ്ടുവരുന്നുണ്ടെന്ന്. പാട്ടാണോ അത്? പാട്ടില് ചക്കക്കുരുവാ? വളരെ റെയർ ആണ് അത്. ചക്കക്കുരുവിന്റെ പാട്ടൊന്നും വേറെ അങ്ങനെ ചക്കക്കുരു കൊണ്ടുവരണം. ചെമ്മീനിട്ട് വരട്ടിന്ന് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? നീ ചക്കക്കുരു മാങ്ങ കൂട്ടിയിട്ടുണ്ടോ? ഇഷ്ടല്ല. അത് ഉണ്ടോ അവിടെ? കണ്ണൂർ ഭാഗത്ത് ഉണ്ടാക്കാറുണ്ടോ? പക്ഷെ ഞാൻ കഴിക്കില്ല. ആണല്ലേ? ചക്കക്കുരു മാത്രം കളഞ്ഞിട്ട് ബാക്കിയൊക്കെ കഴിക്കും. നല്ലോണം ആക്കും. അങ്ങനെയാണോ? അപ്പൊ ജഗത് കുട്ട, എന്തോ ഇന്ന് ആ കളറ് മാച്ച് ചെയ്തിട്ടാണോ ആ ഷൂസ് ഇട്ടേക്കുന്നത്? ആണോ?
ഞാൻ കണ്ടുപിടിച്ചു. ടെക്നിക്ക് എനിക്ക് ആ ട്രിക്ക് മനസ്സിലായി അപ്പൊ എന്താന്ന്. എത്ര ഷൂ ഉണ്ട്? 2. ആണോ? ഓക്കെ. പക്ഷെ അത് എല്ലാത്തിനും മാച്ച് ആവും അല്ലേ? എല്ലാത്തിനും മാച്ച് ആവും. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ മൗനം ചെയ്തോ? യാ വീട്ടില് മൗനം വല്ലതും ഉണ്ടോന്നോ? വെറുതെ ചുമ്മാ വെറുതെ പറയണായിരിക്കും. മൗനവ്രതം എടുത്തോ? അവനെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം അതാണ്. അതാ അച്ഛൻ നോക്കണ കണ്ടപ്പോ എനിക്ക് തോന്നി. ഫുഡ് കഴിക്കാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോ ഇരിക്കും. പക്ഷെ മൗനം മാത്രം അവനെ കൊണ്ട് പറ്റൂല. അയ്യോ. ചിലപ്പ് മൗനത്തിനൊരു പവർ ഉണ്ട്. മൗനത്തിനൊരു പവർ ഉണ്ട്. ഭയങ്കര പവറാ. മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പവർ നമുക്ക് ഓറ കൂടുന്നൊക്കെയാ പറയണത്. നമുക്ക് ഒരു പവർ ഉണ്ടാവുന്നൊക്കെയാ പറയണേ. റീൽസിൽ കണ്ടിട്ട് പറയുന്നതല്ലേ? എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? അല്ല, പൊതുവെ അത് റീൽസും കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്കറിയാം. ചില ഒരു പോയിട്ട് ചില പുണ്യസ്ഥലങ്ങളിലെല്ലാം പോയി മൗനവ്രതം എടുക്കും. ശരിയാ. ഒരു പിന്നെ ശബ്ദം വയ്യായെങ്കിൽ മാത്രമൊന്നും അല്ല മൗനവ്രതം എടുക്കുന്നത്, അല്ലാതെയും സ്പിരിച്വൽ മെഡിറ്റേഷനിലിരിക്കും. അതെ, ജഗത്ത് മൗനം എടുക്കാതെ പാടുന്ന പാട്ടേതാ? എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ട് വരട്ടി. മൗനമായിട്ട് യാതൊരു ബന്ധമില്ല. അതെ, ഡീറ്റെയിൽസ് പറഞ്ഞോടാ. സിനിമ വാമനപുരം ബസ് റൂട്ട്, വർഷം 2004, മ്യൂസിക് സോനു ശിശുപാൽ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് MG അങ്കിൾ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അങ്ങോട്ട് വരട്ടിക്ക് അങ്ങോട്ട്. ഓൾ ദി ബെസ്റ്റ്. ഞാനും അതോങ്ങൾ മാത്രം കഴിച്ചു. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. ഒച്ച വച്ചു പറക്കണ കൊച്ചുവാലൻ കുരുവി, മച്ചും പുറത്തിരിപ്പുണ്ട് ലിവർ ജോണി. പച്ചറയ്ക്കു കച്ച കെട്ടി കോസറയ്ക്കു വരുന്നൊരെ പന്തടിച്ചു പറത്തി വിടാം. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. പിടിച്ചു കെട്ടി കാലിൽ അടിച്ചിരുത്തി കട്ടയിൽ കയറ്റും മാമൻ, അയ്യയ്യ മുട്ടയിൽ ചതയ്ക്കും മാമൻ. സിംഗം നീയടാ തങ്കം നീയടാ, സിംഗളോ നിന്റേടാ, അയ്യയ്യ സിംഗളോ നിന്റേടാ. പഞ്ചായത്തു പാലം കേറി മിസ്സാവുന്ന ബസ്സോ നീ, ചെക്കിംഗ് ഇല്ല ചെക്ക് പോസ്റ്റ് ഇല്ല, പോലീസിന്റെ ഓസോ ഇല്ല. കള്ളു വെക്കാൻ വന്നാലും കള്ളമാരെ കാണൂലയ്യ, ചാക്കി വെച്ചു പൊക്കിടുമയ്യ. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ.
ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി ചേമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി ചേമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ കൊച്ച വച്ചു പറക്കട്ട കൊച്ചുവാലൻ കുരുവി മച്ചും പുറത്തിരിപ്പുണ്ട് ലിവർ ജോണി കച്ചറയ്ക്കു കച്ച കെട്ടി കോസറയ്ക്കു വരുന്നവരെ പന്തടിച്ചു പറത്തി വിട ഐലേസായേലോ ഐലേസ ഐലേസായേലോ ഐലേസ എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി ചേമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ ഹൈവ 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 വ വ വ ഹൈവ വെരി ഗുഡ് വെരി ഗുഡ് കളിക്കടേ തകർത്ത് താങ്ക് യു സാർ. തകർത്ത് വാരി. താങ്ക് യു. എനിക്ക് ഇതുവരെയുള്ള നിന്റെ പെർഫോമൻസസ് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ക്യാമറ ഫോളോ ചെയ്തില്ലേ, അല്ല നോക്കി പാടിയത്. ആ അവിടെ ഏകദേശം സംസാരം പോലെയാണെങ്കിലും അത് പാടിയപ്പോഴത്തേക്കും അത് ആ സമയത്ത് അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായില്ലേ, അത് ക്യാമറയിലോട്ട് നോക്കണം, പറയണം. അത് സബാഷ്. താങ്ക് യു സാർ. അത് സുഭാഷ്. താങ്ക് യു. അത് ജഗ്ഗു. താങ്ക് യു. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു സാർ. അപ്പൊ അത് ഇനി അടുത്ത ഈവൻ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾക്ക് പോലും ചിലപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. ശരിക്കും ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആണ് കാണേണ്ടത്. അപ്പോൾ ജഗ്ഗുവിന് മനസ്സിലാവും അതെന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി, ഓഡിയൻസിന് എങ്ങനെ ഫീൽ ഓഡിയൻസിന് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ എനിക്കൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. താങ്ക് യു സാർ. ഒരൊറ്റ പ്രശ്നം മാത്രം തോന്നി. എന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞ സാധനം അതിങ്ങനെ വറുത്ത് ഈ എണ്ണയിലൊക്കെ വറുത്തെടുത്താലേ അതിന്റെ മൊത്തം പോഷക ഗുണങ്ങൾ പോകും കേട്ടോ. അതെ, വേവിച്ച് കഴിച്ചാൽ നല്ലതാ. അതൊരു വലിയ പ്രശ്നമാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ചക്കക്കുരു ഇങ്ങനെ വരട്ടിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചക്കക്കുരുവിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ? നേരത്തെ പറഞ്ഞില്ലേ, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പല വൈറ്റമിൻസും ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്. നമുക്ക് ദഹനത്തിന് നല്ല. പിന്നെ എന്തിനാണ് ഈ ചക്കക്കുരു കഴിക്കാൻ ഇത്ര കോംപ്ലക്സ്? ഈ കോംപ്ലക്സ് അത് ഞാനൊരു കോംപ്ലക്സിറ്റി ആയിപ്പോയി, എന്ത് ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഗിരീഷേട്ടനാണ് എഴുതിയത്. ഗിരീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു എന്തിനാ ഗിരീഷേട്ടൻ ഇങ്ങനെ വറുത്ത് കഴിക്കണമെന്ന്. അപ്പോ ഗിരീഷേട്ടനെ പിന്നെ ഓർമ്മിപ്പിച്ചതിന് ரொம்ப നന്ദി. ഈ പാട്ട് എങ്ങനെയാണോ പാടേണ്ട ആ വൈബിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിൽ പറയണമെങ്കിൽ സ്റ്റേജ് കുറച്ച് തൂക്കിയിട്ടുണ്ട്, ഒരുപാട് മൊത്തം തൂക്കിയിട്ടില്ലെങ്കിലും കുറച്ച് സ്റ്റേജ് തൂക്കി. അത് നന്നായിരുന്നു. ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ശബ്ദത്തിന്റെ പ്രശ്നങ്ങൾ അധികം വന്നില്ല. ഞാൻ മേളിലോട്ട് പോയപ്പോഴത്തേക്കും പ്രശ്നം വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വന്നില്ല. നീ രക്ഷപ്പെട്ടടേ. രക്ഷപ്പെട്ടു അല്ലേ? അല്ലേ? അതെ. ജഗത് കുട്ട, എന്തോ പെർഫോമൻസ് റൗണ്ട് എവിടെയായിട്ട് ഒരു സ്റ്റെപ്പ് പോലും കാണിച്ചില്ലല്ലോ. അല്ല, അത് ഞാൻ പണ്ട് ആദ്യത്തെ പെർഫോമൻസ് റൗണ്ടില് സ്റ്റെപ്പ് ഇട്ടിട്ട് ഫുള്ള് ചീറ്റിപ്പോയി. എല്ലാരും ഒന്ന് കളിയാക്കലായിരുന്നു. അയ്യോ, അതുകൊണ്ടാണ് അപ്പൊ വീണ്ടും പൂർവാധികം ശക്തിയോടെ മര്യാദയ്ക്ക് പഠിച്ച് ചെയ്യണ്ടേ, അറിയണ്ടേ, പ്രൂവ് ചെയ്യണ്ടേ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നല്ലൊരു ഡാൻസ് ചെയ്യുന്നത്. അതെ അതെ, മിടുകൻ, നന്നായി പാടി കേട്ടോ. നല്ല രസത്തിൽ പാടി. എന്താ പറയാ, ആ വേർഡ്സിനൊക്കെ കൊടുക്കേണ്ട ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ട് വരട്ടി എന്ന് പറയുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു. ആ സ്ട്രെസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തു. മിടുകനായിട്ട് പാടി കേട്ടോ. നല്ല രസമായിരുന്നു. നല്ല എന്താ പറയാ, നല്ലൊരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു ആ പാട്ടിന്റെ മേളില്. നല്ല രസത്തിൽ പാടി. വേറെ എന്താ പറയണ്ടേ, ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ വന്നോ അവസാനം, ചരണത്തിന്റെ അവസാനം. ആ ഒരു ബെല്ലും വേണ്ട ബ്രേക്കും വേണ്ട, അവിടെ ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ വന്ന പോലെ ഫീൽ ചെയ്തു. ബ്രേക്ക് ഇട്ടു അവിടെ. ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ കുഞ്ഞി സ്മോൾ ഇഷ്യൂസ്, ഇത്രയൊക്കെ തോന്നിയുള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ പെർഫോമൻസ് കിഡിലനായിരുന്നു കേട്ടോ. നല്ല കോസ്റ്റ്യൂം. എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്, ആ പടത്തില് ഏകദേശം ഇതുപോലത്തെ ഒരു ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട് അല്ലേ. ഈ കോസ്റ്റ്യൂം എന്റെ ഫാമിലി റൗണ്ടിന് വന്ന് നാരായണൻ മാഷ് വാങ്ങി തന്ന. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജഗത് കുട്ട. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ.
മീൻകൂടാ എന്തോ നമ്മുടെ ജഗ്ഗുവിന് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. ആ. ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. അത് ഒന്നുകൂടെ ഈ ചക്കക്കുരുവിനെ പറ്റിയാണ്. ആ ആ, ഒരു 100 ഗ്രാം ചക്കക്കുരുവില് ആ. 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ആ എങ്ങനെയാണ്? 100 ഗ്രാം ചക്കക്കുരുവിൽ 4 4 ഗ്രാം ഗ്രാം പ്രോട്ടീൻ. ആ ഒരു ദിവസം നമുക്ക് 100 ഗ്രാം പ്രോട്ടീൻ എങ്കിലും വേണം. ആ അപ്പൊ എത്ര ഗ്രാം ചക്കക്കുരു കഴിക്കണം? 4 ഗ്രാം. ഏ? അയ്യോ. 4 ഗ്രാം. അല്ല, 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 100 അല്ല. ഗ്രാം ചക്കക്കുരുവിൽ 4 ഗ്രാം പ്രോട്ടീൻ. അതായത് ജസ്റ്റ് ആ. തിരിഞ്ഞു വരാ. ആ. എന്തായിരുന്നു അപ്പൊ വേണ്ടത്? 100 ഗ്രാം പ്രോട്ടീൻ ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുണ്ടെങ്കിൽ 400 ചക്കക്കുരു 4000 ആ, ആ. 4000 ആ, ആ. ചക്കക്കുരു. 100 into 400 2500. ആ 2500 ആ. 2500 കണക്കിന്റെ ആശാത്തി രാത്രി മുഴുവൻ ഉറക്കത്തിലും കണക്കാ. അതാണ്. അപ്പൊ അതിനർത്ഥം 100 ഗ്രാം പ്രോട്ടീൻ കിട്ടണമെങ്കിൽ 2500 ഗ്രാം ചക്കക്കുരു കഴിക്കണം. അയ്യോ, അതായത് 2.5 കിലോ കഴിക്കണം. 2.5 കിലോ. അത് ആ, ദോഷമാവും കേട്ടോ. അതില് ദോഷമില്ല. അത് കഴിച്ചോട്ടോ. വീട്ടിൽ പോയിട്ട് എടാ, ചക്കക്കുരുവിൽ അത് പ്രോട്ടീൻ മാത്രല്ല, അല്ല, വേറെ ഇപ്പൊ- പലതും ഉണ്ട്. അല്ല. അതുകൊണ്ട് അത് തിന്നരുത്. അല്ല ഇപ്പൊ ചക്കക്കുരുന്റെ പൗഡർ ഉണ്ട്, പ്രോട്ടീൻ പൗഡർ പോലെ. അതിന് അതുണ്ട്. ആ അവൈലബിൾ ആണ്, അതുണ്ട്. അവൈലബിൾ ആണ്. ഒരു അത് ദിവസം പ്രോട്ടീന്റെ കണ്ടന്റ്. പിന്നെ എണീച്ച് അതെ. നടക്കാനൊന്നും ചക്കക്കുരു പറ്റില്ല. പൗഡർ, ചക്കക്കുരു പൗഡർ. ജഗ്ഗു ആ പൗഡർ വാങ്ങിച്ച് ഒരു 2.5 കിലോ ദിവസം കഴിച്ചോ. ഓക്കെ. ആ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയല്ലേ. അതാ പോയി. ആന്റി ഓക്സിഡൻസ് ഒക്കെ ഓവർഫ്ലോ ആയി പോകും. ഓക്കെ. മധുവങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ജഗത് കുട്ട, എന്തോ പെർഫോമൻസ് എവിടെയായിരുന്നു? എവിടെ പോയി നിന്റെ But why? പെർഫോമൻസ്? But why? എടാ, തളർത്തലൊന്നും വകവെക്കരുത്. അതെ, അല്ലേ? വകവെക്കരുത്. നന്നായിട്ട് അങ്ങ് പെർഫോം ചെയ്തോളണം. ആ സ്റ്റേജ് അങ്ങ് കൈയടക്കണം. മനസ്സിലായില്ലേ? കാരണം ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു തളർത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല മോനെ. ഇന്നത്തെ കാലത്ത് സ്റ്റേജിലൊക്കെ മധുവങ്ങൾ വരെ ഡാൻസ് ചെയ്തു തുടങ്ങി. ഈ ടോപ്പ് സിംഗർ സീസൺ 6 കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഡാൻസ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. ആ. മനസ്സിലായോ? മനസ്സിലായോ? ആ അപ്പൊ ഇന്ന് പാടിയതിൽ എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല തുറന്നു പാടിയെന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു സ്ട്രെയിൻ ഇന്ന് അത്ര കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ആ ഹൈപ്പിച്ച് പോണ സ്ഥലത്തൊക്കെ കുറച്ചിങ്ങനെ സ്ട്രെയിൻ ഉണ്ടാവുന്നു. മറ്റേ പഞ്ചായത്ത് പാലം കയറി ചെക്കിംഗ് ഇല്ലാത്ത പോസ്റ്റിൽ അവിടെയൊക്കെ കുറച്ചിങ്ങനെ ഒരു ഫ്ലാറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി പോലെ ഉണ്ടായിരുന്നു. പക്ഷെ രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഉഗ്രനായിരുന്നു. കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ജഗത് കിഷോർ ചന്ദ്രശേഖരന് ഇന്ന് 99 100. ചങ്ങിയെണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. സന്തോഷായി അല്ലേ കുട്ടിക്ക്? മുഖമൊക്കെ ബ്രൈറ്റ് ആയി. അതെ, അതെ. ചിരി കണ്ടോ? ജഗത് കുട്ടനാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ചെമ്മീനിട്ടു വരട്ടി ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. മിസ്റ്റർ ജഗത് കിഷോർ, എന്തോ അത് കണ്ടില്ലേ നിങ്ങളാണ്? കണ്ടു. ഞാൻ ഒന്ന് ഞെട്ടി. ഈ അടുത്ത് കണ്ടപ്പോഴാണ് നീ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കൊള്ളാം. കിൻഡർ ബോക്സിന്റെ ഒരു അടിപൊളി ഉടുപ്പാണ് ജഗത് കുട്ടന്. ഇനിയും നല്ല സ്റ്റൈലായി വരാൻ വേണ്ടി ഉപയോഗിക്കൂ കിൻഡർ ബോക്സ്. വാവ്. താങ്ക് യു മധുവകൾ. താങ്ക് യു ജഗത് കുട്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ടാറ്റാ. കുഞ്ഞു താരങ്ങളുടെ പാട്ടും ഒത്തിരി സ്നേഹവും നിറഞ്ഞ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ദേ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിമനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.